യോഗി ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുള്ള നിലകൗണ്ട കാട്ടിൽ പോസ്റ്റിംഗ് ലഭിച്ചു. പിന്നെ ഈ കാട്ടിലാണ് ചുവന്ന ചന്ദന മരങ്ങൾ ഒരുപാടുള്ളത്. ഞാനിവിടെ ഉള്ളവരെ ആർക്കും രക്തചന്ദനം കടത്താൻ പറ്റില്ല. ഓക്കെ സാർ, പക്ഷെ ആ വരദരാജൻ രക്തചന്ദനം കടത്താൻ വേണ്ടി അവൻ ഓരോരോ പ്രാവശ്യം ഓരോരോ വഴിയാണ് കണ്ടുപിടിക്കുന്നത് സാർ. ഇപ്പൊ ഞാൻ വന്നല്ലോ, ഇനി അവന് ഒരു വഴിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ എന്ത് വഴി ശ്രമിച്ചാലും ഞാൻ ഒരൊറ്റൊരാൾ മതി ഡേ ആൻഡ് നൈറ്റ് പാട്രോളിംഗ് ചെയ്യാൻ. അതുമാത്രമല്ലാതെ ചെക്ക് പോസ്റ്റിലെ ഡ്യൂട്ടിയിലില്ലേ ഓഫീസർ മുകേഷ്, അയാളും ഒരു സത്യസന്ധന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. ഓക്കെ സാർ, പുറപ്പെടൂ, ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. കോൺസ്റ്റബിൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയെ ചെക്ക് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. താങ്ക് യു. ഞാനും നിങ്ങളുടെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. നമ്മൾ ഇന്നും കുറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറെ രക്തചന്ദനങ്ങളാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയാൽ പിന്നെ രക്തചന്ദനം നമ്മൾ ഫോട്ടോയിലേ കാണാൻ പറ്റുള്ളൂ മുകേഷ്. സാർ, ഇതിനെല്ലാം പുറകിൽ ആ വരദരാജനുള്ളത് എനിക്കറിയാം സാർ. പിന്നെ എന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്? സാർ, അവൻ ഈ കാട്ടിലാണ് ജനിച്ച് വളർന്നത്. അവന് ഈ കാട്ടിലെ മുക്കും മൂല എല്ലാം അറിയാം. ഞങ്ങൾ അവനെ പിടിക്കാൻ പോകുമ്പോൾ അവൻ ഈ കാട്ടിനുള്ളിൽ എവിടെയും മറഞ്ഞു പോകുന്നു സാർ. പക്ഷേ ഈ ചുവപ്പ് ചന്ദനമരം ഈ ചെക്ക് പോസ്റ്റ് അല്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? യെസ് സാർ, ഞാൻ ഇന്ന് ഫോഴ്സ് കുറെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഈ പോസ്റ്റിൽ 2 കോൺസ്റ്റബിൾ എക്സ്ട്രാ ആയിട്ടുണ്ടാവും സാർ. ഇനി ആ ചുവപ്പ് ചന്ദനം ആരും കടത്താൻ പറ്റില്ല ഞാൻ വിചാരിക്കും സാർ. നമ്മൾ 2 പേര് ചേർന്നാൽ ഇത് നടക്കും തോന്നുന്നു. അന്നു മുതൽ ഫോറസ്റ്റ് ഓഫീസർ അവിടെയുള്ള മലകളിലും അതിന്റെ താഴ്വാരങ്ങളിലും ഒക്കെ ദിവസവും പെട്രോളിംഗ് ചെയ്യുമായിരുന്നു, തികച്ചും രാത്രി സമയങ്ങളിൽ. കാട്ടിനകത്ത് ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന വരദരാജന് യോഗി വന്നിട്ടുള്ള വിവരം ലഭിച്ചു. ചേട്ടാ, ആ യോഗി അവൻ രാവിലും പകലും ഫുൾ പാട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ രക്തചന്ദ്രൻ കടത്താൻ പോകുന്നത്? എല്ലാ പ്രശ്നത്തിനും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ചെറിയവനെ. വരദരാജൻ സ്വാമിയുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു. പിന്നീട് രാത്രി ഇരുട്ടിൽ സ്വാമി ഫോറസ്റ്റ് ഓഫീസറിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവൻ ഓഫീസിന് പുറത്ത് ആർക്കു വേണ്ടിയോ കാത്തുനിന്നു. കുറച്ചു സമയത്തിനകം ഗാർഡ് അവിടേക്ക് വന്നു. ചേട്ടൻ നിനക്ക് സ്വീറ്റ് കൊടുക്കാൻ വന്നതാണ്. അതിന് പകരം നീ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞങ്ങൾക്ക് അപ്പപ്പ അറിയിക്കണം. ആഴ്ചക്ക് വരുന്ന എല്ലാ സ്വീറ്റും നിനക്ക് വന്നോണ്ടിരിക്കും. അങ്ങനെയാണോ? എന്നാ ചേട്ടൻ ഞാൻ നന്ദി പറഞ്ഞേക്ക്. ആ ശരി ശരി. സ്വാമി വളരെ സന്തോഷത്തോടെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് വരദരാജനോട് നടന്നതൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നോക്കട്ടെ ആ ഫോറസ്റ്റ് ഓഫീസർ എന്താ നമ്മളെ ചെയ്യാമെന്ന്. അതെ ചേട്ടാ. അന്ന് രാത്രി മുതൽ വരദരാജനും അവന്റെ ആൾക്കാരും ചുവന്ന ചന്ദനമരം വെട്ടാൻ തുടങ്ങി. പിന്നെ മറുവശത്തെ ഗാർഡ് വരദരാജന് അപ്പോഴുള്ള സന്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ തെക്ക് ദിശയിലേക്ക് പോകുമ്പോൾ അപ്പോൾ വരദരാജന്റെ ആളുകൾ വടക്ക് ദിശയിലുള്ള ചന്ദനമരം വെട്ടിയെടുക്കും. പിന്നെ യോഗി വടക്ക് ദിശയിലേക്ക് പെട്രോളിംഗ് ചെയ്യാനായി പോകുമ്പോൾ അവർ മറുവശത്തുള്ള മരങ്ങൾ വെട്ടിയെടുക്കും. ഈ സംഭവം കുറച്ചു ദിവസമായി തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ വടക്കു ദിശത്തു നിന്ന് വരദരാജന്റെ ആളുകൾ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി. യോഗി അവിടേക്ക് പോയപ്പോൾ യോഗിയുടെ ശ്രദ്ധ അപ്പോൾ മുറിച്ചുകൊണ്ടുപോയ മരത്തിന്റെ ഒരു വേരിലേക്ക് പോയി. ഈ മരങ്ങളൊക്കെ ഇന്ന് വെട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഇത്ര നേരം പെട്രോളിംഗ് ചെയ്തിട്ടും എങ്ങനെയാ ഈ ആൾക്കാർ എന്റെ കണ്ണു മുമ്പൊന്നും ആരും പെടാത്തത്? എങ്ങനെയാണ് അവര് രക്തചന്ദ്രൻ വെട്ടിയത്? എന്തോ ശരിയില്ലാന്ന് തോന്നുന്നു. യോഗി ഒന്നും മിണ്ടാതെ ജീപ്പ് എടുത്തുകൊണ്ട് തെക്ക് ദിശയിലേക്ക് പോയി. അധികം മറുവശത്ത് ചെന്നപ്പോൾ അവിടെ നിന്നും മരങ്ങൾ വെട്ടിക്കൊണ്ട് അപ്പോഴാണ് പോയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ മരങ്ങൾ ഇന്നാണ് വെട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരദരാജൻ ഇപ്പോഴും ചുവപ്പ് ചന്ദന മരങ്ങളൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വേഗം നിർത്തിയേ പറ്റൂ. വേഗം വണ്ടി ചെക്ക് പോസ്റ്റിലേക്ക് വിടൂ. യോഗി ജീപ്പിലിരുന്നു. പിന്നീട് ഗാർഡ് വണ്ടി ഓട്ടിച്ച് ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോയി. എന്തുപറ്റി സാർ? നിങ്ങൾ എന്താ വല്ലാതെ ടെൻഷനിലാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശരി സാർ, അകത്തേക്ക് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആ ചെക്ക് പോസ്റ്റിന്റെ ചെറിയ അറയിൽ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും പിന്നെ ഇൻസ്പെക്ടർ മുകേഷും ഉണ്ടായിരുന്നു. പറയൂ സാർ, നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കും കേൾക്കില്ല. മുകേഷ്, ഇപ്പോഴാരോ ചന്ദ്രമരൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ. ഈ സ്ഥലത്ത് ഏതെങ്കിലും വലിയ വണ്ടി പോയിട്ടുണ്ടോ? ഇല്ല സാർ, ഒന്നും വന്നിട്ടില്ല. പക്ഷെ നാളെ എന്തായാലും ട്രക്ക് വരും. കാട്ടില് റോഡ് ഇടാൻ വേണ്ടി ട്രക്ക് കൊണ്ടുവരുന്നു പറഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും ആ ട്രക്കിലാണ് ആ ചുവപ്പ് ചന്ദ്രൻ പോവുക. സാർ, നാളെ ഞാൻ എന്തായാലും ആ ട്രക്ക് ഇവിടെ ക്രോസ് ചെയ്യാതെ ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഞാൻ ആ വരദരാജനെ പിടിച്ചേ പറ്റുള്ളൂ. ശരി സാർ.
മറുവശത്ത് വരദരാജൻ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. നാളെ പോകുന്ന മണ്ണ് ട്രക്കില് നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ചുവപ്പ് ചന്ദ്രങ്ങളൊക്കെ അതിലല്ലേ വെക്കാൻ പോകുന്നത്. എല്ലാം അതിൽ തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്. അതാണ് ഇല്ലാത്തത്. ഈ നേരത്ത് ആ ഫോറസ്റ്റ് ഓഫീസർ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവും. നാളെ എല്ലാരും നമുക്ക് വേണ്ടി അവിടെ ചെക്ക് പോസ്റ്റിൽ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചുവപ്പ് ചന്ദ്ര മരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകുന്നത്? വരദരാജൻ തന്റെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ മണൽ കൊണ്ടുപോകുന്ന ലോറി കാട്ടിലേക്ക് വന്നു. ഇൻസ്പെക്ടർ മുകേഷ് ഫോറസ്റ്റ് ഓഫീസർ യോഗിക്ക് ഇക്കാര്യം ഫോൺ ചെയ്തു പറഞ്ഞു. സർ, ട്രക്ക് വന്നു കഴിഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വന്നോളൂ. ശരി. ആ ട്രക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി. അവിടെ ട്രക്ക് എല്ലാ മണലും അൺലോഡ് ചെയ്തു. പിന്നീട് വരദരാജനും അവന്റെ ആൾക്കാരും ആ വണ്ടിയിൽ ചുവന്ന ചന്ദന മരത്തിന്റെ ഒരു കഷ്ണം ലോഡ് ചെയ്തു. അവിടേക്ക് ഫോറസ്റ്റ് ഓഫീസറും ഗാർഡും ജീപ്പിൽ വന്നു. പക്ഷെ അവർ വരുന്ന വഴിയിൽ ഒരുപാട് മരങ്ങൾ തറയിൽ വീണ് കിടന്നു. സർ, നമുക്ക് ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്തത് ആ വരദരാജൻ തന്നെയാണ്. വേഗം പോവാം സർ, നമുക്ക് വേഗം തന്നെ വരദരാജനെ പിടിക്കണം. അതിനകത്ത് വരദരാജൻ അവിടെ നിന്നും പോയി. ആ സ്ഥലത്തിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ യോഗി വന്നതും തന്നെ ആ സ്ഥലത്തു നിന്നും ട്രക്ക് പുറപ്പെട്ടു പോയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വേഗം പോ. യോഗി ഇൻസ്പെക്ടർ മുകേഷിന് ഉടൻ തന്നെ കോൾ ചെയ്തു. മുകേഷ്, അവർ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളാണ് അവരെ തടുക്കേണ്ടത്. ഓക്കേ സർ. ഇൻസ്പെക്ടർ മുകേഷ് തന്റെ ആളുകളോടൊപ്പം ചെക്ക് പോസ്റ്റിൽ നിൽക്കുകയായിരുന്നു. ആ ട്രക്കും പതുക്കെ പതുക്കെ ചെക്ക് പോസ്റ്റിനെ നോക്കി വന്നുകൊണ്ടേയിരുന്നു. ചെക്ക് പോസ്റ്റിനടുത്ത് മുകേഷും പിന്നെ ഒരുപാട് പോലീസുകാരും കയ്യിൽ തോക്കുമായി നിന്നുകൊണ്ടിരുന്നു. ഡ്രൈവർ പോലീസുകാരെ കണ്ടതും അവൻ ആ വണ്ടി അവിടെ തന്നെ നിർത്തി. പുറകെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ തന്റെ ജീപ്പ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. ആ ട്രക്ക് 4 വശത്തു നിന്നും ചുറ്റി വളച്ചു. കോൺസ്റ്റബിൾ, ചെക്ക് ചെയ്യൂ, ട്രക്കിൽ എന്താണെന്ന് നോക്കൂ. കോൺസ്റ്റബിൾ ആ ട്രക്കിലേക്ക് കയറി. സർ, ഇവിടെ ചോപ്പ് ചന്ദനമരം ഉണ്ട്. അത് ഒറ്റൊരു കരയാണ്. എന്ത്? ഇൻസ്പെക്ടറും ട്രക്കിലേക്ക് കയറി അവിടെ ചെക്ക് ചെയ്തു നോക്കി. അവിടെ ചുവന്ന ചന്ദനമരത്തിന്റെ ഒരേ ഒരു കഷ്ണം മാത്രം ഉണ്ടായിരുന്നു. സർ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ? ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും ആ ട്രക്കിലേക്ക് കയറി. അദ്ദേഹവും ഇതൊക്കെ കണ്ട ആശ്ചര്യത്തിലായി പോയി. ആ വരദരാജൻ ഇപ്രാവശ്യം നമ്മളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. മറുവശത്ത് വരദരാജൻ അവന്റെ ആളുകളോടൊപ്പം ചേർന്ന് ചുവന്ന ചന്ദന മരങ്ങൾ നദി വഴി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. എന്നെ ആരും അടക്കാൻ പറ്റില്ല. രക്തചന്ദ്രമരം എനിക്ക് മാത്രമാണ്. സുനിലും ആസിബും രണ്ടുപേരും കൂട്ടുകാരാണ്. രണ്ടുപേരും ഒരേ ഗ്രാമത്തിലാണ് ജീവിച്ചു വരുന്നത്. രണ്ടുപേരും ഒന്നിച്ച് മുള വെട്ടാനായി പോകും. നമ്മൾ കാട്ടിന്റെ അടർന്ന പകുതിയിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. അവിടെ വലിയ വലിയ മൂങ്ങിൽ കാടുകൾ ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമ്മൾ ഈ നദികളൊക്കെ കടന്നു പോകണ്ടേ? തിരിച്ചു വരുമ്പോൾ നദീന്റെ വെള്ളം കൂടിയാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് കടന്നു വരിക? നമ്മൾ നദിയിൽ വെള്ളം കുറവായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കടന്നു വന്നേക്കാം. നമുക്ക് വേഗം തന്നെ മൂങ്ങിലൊക്കെ വെട്ടിയിട്ട് തിരിച്ചു വന്നേക്കാം. വലിയ വലിയ മൂങ്ങിൽ മരത്തിന് നല്ല കാശ് കിട്ടുന്ന പറയുന്നത്. നീ അത് ആലോചിച്ചോക്ക്. അതും ശരിയാണ്. ശരി, നാളെ തന്നെ പോവാം. അടുത്ത ദിവസം മുതൽ സുനിലും അസീബും വലിയ കാട്ടിനകത്തേക്ക് ചെന്നു. ഇവിടെ വലിയ വലിയ മൂങ്ങിൽ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീളമായിട്ടും ഉണ്ട്. വ്യാപാരി ഇതിന് നല്ല വില തരുന്നാ തോന്നുന്നത്. ഒരുപാട് മുളകളെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും സന്തോഷപ്പെട്ടു. അവർ ആ മുളകളെയൊക്കെ വെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. വാ വാ, ഇതുപോലെ വലിയ മൂങ്ങിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇതിന് വിലയും നന്നായിട്ടുണ്ടാവല്ലോ. ആഹാ, ഒരു മൂങ്ങിലിന് 200 രൂപയാണ് തരുന്നത്. നിങ്ങൾ മൊത്തം 5 മൂങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള 1000 രൂപയുണ്ട്. 1000 രൂപ കിട്ടിയതിൽ രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നി. ആ പണം രണ്ടുപേരും സമമായി പങ്കുവെച്ചെടുത്തു. ദിവസം ചെറിയ ചെറിയ മൂങ്ങിലെടുത്തിട്ട് 300 രൂപയാണ് നമ്മൾ കാശുണ്ടാക്കിയത്. ഇന്ന് നമുക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനു ശേഷം നമ്മൾ ആ കാട്ടിന്റെ അടർന്ന പകുതിയിലേക്കാണ് പോകേണ്ടത്. അന്നു മുതൽ അവർ രണ്ടുപേരും നദി കടന്ന് മുള വെട്ടാനായി പോകും. പിന്നെ വ്യാപാരിയും അവർക്ക് നല്ല കാശ് നൽകി. ഒരു ദിവസം രാവിലെ രണ്ടുപേരും മുളകൾ വെട്ടാനായി ചെന്നു. ചേട്ടാ, അമ്മ എന്താ പറഞ്ഞ വെച്ചാൽ കുറച്ച് ബസാറിൽ പോയിട്ട് അരിയും മസാല വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ പനീരും വാങ്ങാനുണ്ട്. ശരി, എന്നാ വരൂ, നമുക്ക് ബസാറിലേക്ക് പോവാം.
പിന്നെ അവിടുന്ന് നമുക്ക് നദി കടന്നിട്ട് കാട്ടിലേക്ക് പോവാം. ഒരേ നേരത്തിന് നമുക്ക് 2 ജോലി നടക്കും. അവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയി അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാം അവർ വാങ്ങി. ഇത് കണ്ടില്ലേ, എനിക്ക് വളരെ ശുദ്ധമായ പനീർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു പിടി തന്നെ. ഞാനും കഴിക്കാൻ വന്നോളാം. വരൂ. നീ വരണ്ടെന്ന് പറഞ്ഞാലും വരുമല്ലോ. നമുക്ക് നദി കടന്നു പോവാം. മൂങ്കിൽ വെട്ടിയിട്ട് നമുക്ക് വിൽക്കാനുണ്ടല്ലേ. പിന്നീട് അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോകാനായി തിരിച്ചു. എല്ലാ ദിവസത്തെയും പോലെ അവർ രണ്ടുപേരും നദി കടന്ന് ആ കാട്ടിനകത്തേക്ക് ചെന്നു. മുളകൾ വെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ വീട്ടിലേക്ക് വേഗം പോണം. നദിയിൽ ഇപ്പൊ വെള്ളം കൂടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് എക്സ്ട്രാ ഒരു മൂങ്കിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യണം. മഴ വളരെ ശക്തമായി പെയ്തു. കുറച്ചു സമയത്തിനകം തന്നെ അവർ മുളകളൊക്കെ വെട്ടിക്കഴിഞ്ഞു. പിന്നീട് അവർ ആ മുളകളൊക്കെ കെട്ടിയെടുത്ത് ആ നദിക്കരയിലേക്ക് വന്നു. പക്ഷെ നദിയിൽ മഴ കാരണം വെള്ളം അധികമായിരുന്നു. നദിയിൽ വല്ലാതെ വെള്ളം കൂടിയിട്ടുണ്ടല്ലോ ചേട്ടാ. ഈ നിലമിൽ നമ്മൾ നദിയിൽ പോയാൽ വളരെ ആപത്താണ്. നമുക്ക് കുറച്ചു നേരം കാട്ടിൽ കാത്തിരുന്നാലോ? അവിടെ കുറച്ച് ദൂരം പോയ ഒരു ഗുഹയുണ്ട്. നമുക്ക് അവിടെ പോയി താമസിക്കാം. രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്തേക്ക് ചെന്നു. ആ ഗുഹയിൽ നേരത്തെ തന്നെ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കത്തിക്കാം. കുറച്ച് ചൂടെങ്കിലും കിട്ടുമല്ലോ. അസീഫ് വാങ്ങിച്ച ആ സാധനങ്ങളിൽ ഒരു തീപ്പട്ടിയും ഉണ്ടായിരുന്നു. അസീഫ് ആ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് തീ കത്തിച്ചു. പിന്നെ രണ്ടുപേരും ചേർന്ന് ചൂട് കായാൻ തുടങ്ങി. വല്ലാണ്ട് വിശക്കുന്നുണ്ട് പാ. എനിക്കും. നോക്ക്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ? കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് റേഷൻ നമ്മളടുത്തുണ്ടല്ലോ. പക്ഷെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് അസീഫിന്റെ ശ്രദ്ധയിൽ ആ മുള കണ്ടത്. നമ്മളടുത്ത് മൂങ്ങിലുണ്ടല്ലോ. മൂങ്ങിലിനെ കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ ഈ മൂങ്ങിൽ ബിരിയാണി കണ്ടിട്ടില്ലേ? ഇല്ല. മൂങ്ങിൽ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ നമ്മളടുത്ത് ഇറച്ചിയൊന്നും ഇല്ലല്ലോ. ഇറച്ചി ഇല്ലെങ്കിൽ എന്തിനാ? നമ്മളടുത്ത് പനീരുണ്ടല്ലോ. പനീർ കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ? ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ആസിഫ് 2 മുള കഷ്ണങ്ങൾ വെട്ടിയെടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അരി നല്ല രീതിയിൽ കഴുകിയെടുത്തു. ആ മുള കഷ്ണത്തിനകത്ത് അരി, മസാല, വെള്ളം, ഉപ്പ് പിന്നെ പനീരും ചേർത്തു. ആ മുളയുടെ മറ്റൊരു വശം അവൻ ഇലകൾ കൊണ്ട് മറച്ച് നല്ല രീതിക്ക് കെട്ടിവെച്ചു. പിന്നെ അതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ പുറത്ത് അവൻ അത് വെച്ചു. ഇപ്പൊ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാംബു ബിരിയാണി റെഡിയാണ്. നോക്കാം. ആ മുളകൾ തീയിൽ നന്നായിട്ട് എരിയാൻ തുടങ്ങി. ആ മുളകൾ മുഴുവനും കത്തി തീർന്നതിനു ശേഷം ആ ഗുഹ മുഴുവനും നല്ല സ്വാദുള്ള മണം വീശാൻ തുടങ്ങി. ബാംബു ബിരിയാണി റെഡിയായി തോന്നുന്നു സുഹൃത്തേ. ആസിഫ് ആ മുളകളെ പുറത്തെടുത്തു. പിന്നെ അത് 2 ഇലകളുടെ പുറത്ത് വെച്ചു. ആ മുള ശകലം തണുത്തതിനു ശേഷം അതിലുണ്ടായിരുന്ന ബിരിയാണി അവൻ ഇലകളിൽ തട്ടിവെച്ചു. കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായാലും എന്താ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വരും, ആദ്യം കഴിക്കാം. രണ്ടുപേരും ആ ബിരിയാണി കഴിച്ചു നോക്കി. അവർക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ആ ബാംബു ബിരിയാണി കഴിക്കാൻ തുടങ്ങി. സുഹൃത്തേ, നീ ഇത്രയും അടിപൊളിയായിട്ട് ബാംബു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് പറയാനാ. വളരെ നന്ദിയുണ്ട്. നീ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ബാംബു ബിരിയാണി ഉണ്ടാക്കി കാശ് ഉണ്ടാക്കാലോ. സത്യാണോ? നിനക്ക് സമ്മതാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് ധാബ തുടങ്ങാം. തീർച്ചയായും. മഴ കുറഞ്ഞതും തന്നെ നദിയിലുള്ള വെള്ളവും പറ്റി. പിന്നെ 2 കൂട്ടുകാരും എല്ലാ മുളകളും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അന്ന് അവർ ആ മുളകൾ വിറ്റില്ല. അടുത്ത ദിവസം 2 കൂട്ടുകാരും ചേർന്ന് ഗ്രാമത്തിന്റെ നടുവിലായി അവരുടെ ബിരിയാണി കട തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ നോക്കി ഇവർ രണ്ടുപേരും ചേർന്ന് മുളകൾ വെച്ച് എന്തു ചെയ്യുകയാണെന്ന്. മോനെ, ഇത് എന്താ ഇത്? ഇത് ബാംബു ബിരിയാണിയാണ്, പനീർ കൊണ്ടുണ്ടാക്കുന്നത്. ബാംബു ബിരിയാണിയോ? എനിക്കൊരു പ്ലേറ്റ് തരും മോനെ. ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടാണ് ആ മുള ബിരിയാണി കഴിക്കുന്നത്. ഓ എന്റെ പൊന്നെ, എന്ത് രുചിയായിട്ടുണ്ടറിയോ ആസിഫ് ഭായ്.
ഇതുപോലുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അടിപൊളി തന്നെ. അസീബിന്റെയും സുനിലിന്റെയും ആ ബംബു ബിരിയാണി ഗ്രാമം മൊത്തം ഫേമസ് ആയി. കസ്റ്റമേഴ്സ് ലൈനിൽ നിന്ന് ആ മുള ബിരിയാണി കഴിക്കാനായി വന്നു. അസീബിന്റെയും സുനിലിന്റെയും വരുമാനം പല മടങ്ങ് അധികരിച്ചു. പിന്നെന്താ, അസീബും സുനിലും മുളകൾ വെട്ടുന്നത് വിട്ടിട്ട് ബംബു ബിരിയാണി ചെയ്യാൻ തുടങ്ങി. അവർ രണ്ടുപേരും രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കേട്ട് ആളുകൾ അവരുടെ കടയിലേക്ക് വന്നു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ അവരുടെ ആ ചെറിയ കട ഒരു വലിയ റെസ്റ്റോറന്റായി മാറി. അവർ രണ്ടുപേരും പണക്കാരായി. ഇത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, ഇതുപോലെയൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന്. ഞാൻ ഇത് ആലോചിച്ചിട്ടേ ഇല്ല സുഹൃത്തെ. അന്ന് വന്ന മഴ കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റി തന്നിരിക്കുന്നത്. അന്ന് മഴ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടിട്ടുണ്ടാവില്ല, ബാംബു ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ശരിയല്ലേ സുഹൃത്തെ? ഇതൊക്കെ മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവം എല്ലാവർക്കും മുമ്പ് തന്നെ തലയെഴുത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മളൊക്കെ വെറും പാവകൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കളിയിലാണ് നമ്മൾ കളിക്കുന്നത്. അതും ശരി തന്നെ. ആ മുള ബിരിയാണി അസീബിന്റെയും സുനിന്റെയും ജീവിതം തന്നെ മാറ്റിമറിച്ചു. അവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി. കഷ്ടത്തിൽ നിന്നാണ് നമുക്ക് നല്ലതെല്ലാം കിട്ടുന്നതെന്ന്. പിന്നെ ആർക്കറിയാം എപ്പോഴാണ് ആർക്ക് നല്ലത് വരുന്നതെന്ന്. ദേവ്ഗഡ് എന്ന ഗ്രാമത്തിൽ ഒരു സേട്ടു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പാടങ്ങൾ ഉണ്ടായിരുന്നു. ആ പാടങ്ങളിലൊക്കെ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുമുണ്ടായിരുന്നു. സേട്ടുവിന് ലോകത്തിൽ വെച്ച് അവൻ്റെ അമ്മയാണ് ഒരുപാട് ഇഷ്ടം. സേട്ടുവിൻ്റെ അമ്മയാകട്ടെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. സേട്ടുവിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും ചെയ്തു. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെയായി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ അമ്മ മരിച്ചു. സേട്ടു വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരവും വല്ലാതെയായി. സേട്ടുവിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം സേട്ടുവിന് ഒരു കാര്യം ഓർമ്മ വന്നു. അമ്മ മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ആ അമ്മ സേട്ടുവിനോട് എനിക്കൊരു മാമ്പഴം കഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ഈശ്വരാ, എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ടായിട്ടും പേരുണ്ടായിട്ടും എന്താണ് പ്രയോജനം? എൻ്റെ അമ്മ ആശിച്ച് ഒരുപാട് കൊതിച്ച് എന്നോട് ചോദിച്ച ഒരു മാമ്പഴം എനിക്ക് അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ എന്തൊരു മകനാണ്. ഈ ഒരു കാര്യം സേട്ടുവിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു 2 ബ്രാഹ്മണർ സേട്ടുവിൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. സേട്ടുവിൻ്റെ അമ്മയുടെ അന്തിമ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അവരങ്ങോട്ട് വന്നത്. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയില്ല. അവർക്ക് മാമ്പഴം കഴിക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് വളരെ വലിയ തെറ്റായി പോയല്ലോ. ഇനി എങ്ങനെയാ നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുക? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരൂ. എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ബ്രാഹ്മണന്റെ മനസ്സിൽ ഒരുപാട് അത്യാഗ്രഹം ഉദിച്ചു. ഇതിന് വഴിയൊക്കെയുണ്ട്. പക്ഷേ എന്നൊന്നും വലിച്ചു നീട്ടണ്ട കേട്ടോ. എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് പറയൂ. എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ബ്രാഹ്മണർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നിങ്ങൾ 2 സ്വർണ്ണമാമ്പഴം ഉണ്ടാക്കി അത് 2 ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കണം. എങ്കിലേ നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. സേട്ടു പെട്ടെന്ന് ആലോചിക്കുവാൻ തുടങ്ങി. സ്വർണ്ണമാമ്പഴമോ? എൻ്റെ പക്കൽ ഇത്രയും പണമുണ്ടായിട്ട് പോലും എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലെന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നു. ശരി, നിങ്ങൾ 2 പേരും നാളെ ഇങ്ങോട്ട് വരൂ. എൻ്റെ അമ്മയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആ സ്വർണ്ണമാമ്പഴങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. അങ്ങനെ ആവട്ടെ സേട്ടെ എന്നും പറഞ്ഞ് അവർ 2 പേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവർ 2 പേരും പിറ്റേ ദിവസം തിരിച്ചു വരികയും ചെയ്തു. സേട്ടുവിൻ്റെ വീട്ടിലാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വെങ്കടസ്വാമിയും ഉണ്ടായിരുന്നു. വന്നാട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വർണ്ണ മാമ്പഴങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷം സേട്ടു. എങ്കിൽ ഞങ്ങൾ ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങട്ടെ. 2 ബ്രാഹ്മണരും ചേർന്ന് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അവർ 2 പേരും സേട്ടുവിൻ്റെ അടുത്ത് ചെന്ന് അവർക്കുണ്ടാക്കി വെച്ച സ്വർണ്ണ മാമ്പഴം സേട്ടുവിൻ്റെ പക്കൽ നിന്നും മേടിച്ചു.
ദാനമായിട്ട്. ഇത് കണ്ട വെങ്കടസ്വാമിയോ ആശ്ചര്യപ്പെടുകയും ചെയ്തു. വന്നവരൊക്കെ തിരിച്ചു പോയതിനു ശേഷം സേട്ടുവിൻ്റെ അടുത്തേക്ക് ആ വെങ്കടസ്വാമി പോയി. സേട്ടെ, നിങ്ങൾ ആ സ്വർണ്ണ മാമ്പഴം ആ ബ്രാഹ്മണർക്ക് ദാനമായി കൊടുത്തില്ലേ? അതെനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. എൻ്റെ അമ്മ അവസാനമായിട്ട് എന്നോട് മാമ്പഴം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതെനിക്ക് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ വേണ്ടിയാണ് ഈ ബ്രാഹ്മണർ പറഞ്ഞതുപോലെ 2 സ്വർണ്ണ മാമ്പഴങ്ങൾ ഉണ്ടാക്കി ദാനമായി അവർക്ക് കൊടുത്തത്. ഇതായിരുന്നു കാരണം. വെങ്കടസ്വാമിക്ക് അപ്പോഴാണ് ആ ബ്രാഹ്മണരുടെ കള്ളക്കളി മനസ്സിലായത്. ആ ബ്രാഹ്മണരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വെങ്കടസ്വാമി വിചാരിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആ ബ്രാഹ്മണരെ വിളിപ്പിക്കുകയും ചെയ്തു. വന്നാട്ടെ വന്നാട്ടെ, ഇവരാണ് എൻ്റെ അമ്മ. 6 മാസം മുൻപാണ് എൻ്റെ അമ്മ മരിച്ചുപോയത്. പക്ഷേ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കാതെ തന്നെ അവർ മരിച്ചുപോയി. എന്തായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം? ആദ്യം നിങ്ങൾ എന്നോടൊരു കാര്യം പറയൂ. ആ സേട്ടുവിന്റെ അമ്മയ്ക്ക് മാമ്പഴം കഴിക്കുവാനുള്ള അവസാനത്തെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് സ്വർണ്ണ മാമ്പഴം ദാനമായിട്ട് തരുവാൻ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സ്വർണ്ണ മാമ്പഴം വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ? അപ്പോഴാ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയോ ഇല്ലയോ? അതാദ്യം പറയൂ. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ആത്മാവിനും ശാന്തി കിട്ടുമോ? ആ, തീർച്ചയായിട്ടും. നിങ്ങളുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു? എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഒരു മുട്ടൻ വടി കൊണ്ട് എന്റെ അമ്മയുടെ തലക്കിട്ട് ഞാൻ അടിക്കണമെന്നായിരുന്നു. ഉടൻ തന്നെ വെങ്കടസ്വാമി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുട്ടൻ വടി എടുക്കുകയും ചെയ്തു. വന്ന ആ 2 ബ്രാഹ്മണരും ഇത് കണ്ട ഉടൻ പേടിച്ചുപോയി. എന്നിട്ട് ഓടുവാനും തുടങ്ങി. വെങ്കടസ്വാമി ആകട്ടെ ആ ബ്രാഹ്മണരുടെ പുറകെ തന്നെ ഓടുകയും ചെയ്തു. അവരങ്ങനെ ഓടി 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 സേട്ടുവിന്റെ വീട്ടിനടുത്തെത്തി. ആ ബ്രാഹ്മണർ 2 പേരും സേട്ടുവിന്റെ കാൽ കീഴിൽ ചെന്ന് വീണു. സേട്ടു, ഞങ്ങളോട് ക്ഷമിക്കൂ. ക്ഷമിക്കൂ സേട്ടെ, ക്ഷമിക്കൂ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഞങ്ങൾ കാശിന് കൊതിച്ച് നിങ്ങളോട് സ്വർണ്ണ മാമ്പഴം വേണമെന്ന് പറഞ്ഞതായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ഒരിക്കലും കാശിന് ആഗ്രഹിച്ച് ഇതുപോലെയുള്ള തെറ്റൊന്നും ഇനി ചെയ്യില്ല. ആ ബ്രാഹ്മണർ സേട്ടുവിനോട് ക്ഷമ ചോദിക്കുന്നത് കണ്ടപ്പോൾ ആ വെങ്കടസ്വാമിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം മറ്റൊന്നുമല്ല, അത്യാഗ്രഹികളായ ആ ബ്രാഹ്മണർ മാപ്പ് ചോദിച്ചതുകൊണ്ട്. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസികളായി മാറാൻ പാടില്ല എന്നതാണ്. ഇല്ലെങ്കിൽ ഈ ബ്രാഹ്മണർ ആ സേട്ടുവിനെ എങ്ങനെ പറ്റിച്ചോ അതുപോലെ തന്നെ നമ്മളെയും ആരെങ്കിലും പറ്റിക്കും. ചില്ലു അവന്റെ വീട്ടിലുള്ള മാവിന്മേൽ കയറി മാങ്ങകളൊക്കെ പറിക്കുകയായിരുന്നു. ഇന്നാ അമ്മേ, പിടിച്ചോളൂ. ഇതിനെയും പിടിച്ചോണേ. മതി ചില്ലു, താഴെ ഇറങ്ങ്. കുറച്ച് സമയം കൂടെ നിൽക്കൂ അമ്മേ, ഞാൻ ഈ പഴമെല്ലാം പറിക്കട്ടെ. ചില്ലു അങ്ങനെ ഒരുപാട് മാമ്പഴങ്ങൾ പറിച്ചു. അതിനുശേഷം താഴോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് ചില്ലു അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ മാമ്പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. നല്ല മധുരമുള്ള മാമ്പഴം കഴിച്ച് ചില്ലു ഒരുപാട് സന്തോഷിച്ചിരുന്നു. ചില്ലു, നീ ഒരാള് മാത്രം ഈ മാങ്ങ എല്ലാം കഴിക്കാൻ പോവാണോ? ഇല്ല അമ്മേ, ഇതിനകത്ത് ഒരുപാട് മാങ്ങയുണ്ട്. കുറച്ച് നിങ്ങളും കൂടെ കഴിക്ക്. ചില്ലുവിന്റെ അമ്മയും മാമ്പഴങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് 2 പേരുടെയും വയറ് നല്ലപോലെ നിറഞ്ഞു. ആ മതി മതി, ഇതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആ, എനിക്കും പറ്റില്ല. അല്ല അമ്മേ, ഈ മാങ്ങ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛനും ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാങ്ങ എല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കിയേനെ. അതിന് അച്ഛൻ ഇവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ അമ്മേ. ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് വിറ്റ് കാശാക്കാം. നീ ഒരു കുഞ്ഞു ചെറുക്കനല്ലേ, നീ എങ്ങനാ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത്? അതുമാത്രമല്ല, കാട്ടിനകത്ത് കള്ളന്മാരും കാണും. അമ്മേ, ഞാൻ എല്ലാ കള്ളന്മാരുടെ കയ്യിന്ന് ഓടി രക്ഷപ്പെടാം. ശരി അമ്മേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ പഴമെല്ലാം വിറ്റ് കാശാക്കാം. വികൃതിക്കാരനായ ചില്ലു ആ മാമ്പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയി. പക്ഷേ അവന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ 2 കള്ളന്മാർ നിപ്പുണ്ടായിരുന്നു. കിടന്നോളൂ കള്ളരാജാവേ, കിടന്നോളൂ. കിടന്ന് റെസ്റ്റ് എടുക്കൂ. നീ എന്നെ ഓർഡർ ചെയ്യുന്നു? അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? അതല്ല പ്രഭു, ഞാൻ അങ്ങയുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. എന്റെ നല്ലതിന് വേണ്ടിയോ? നിനക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണോ? ഗുരുവേ,
അങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു ഇരയാണ് കിട്ടിയിരിക്കുന്നത്. ചില്ലു അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ മോട്ടു രാമുവും ഗട്ടുവും എഴുന്നേറ്റ് നിന്നു. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ ഭാര്യയും പിള്ളേരും ഒരാഴ്ചയായിട്ട് ഒരു സാധനം കഴിക്കാതെ വിശപ്പോടെ ഇരിക്കുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ എന്റെ ഗുരുവേ, നിങ്ങളൊന്ന് കരയാതിരിക്കൂ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തീർച്ചയായും അതിനൊരാൾ വരും. ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണോ? നീ ഞങ്ങൾക്ക് കുറച്ച് മാമ്പഴം തരുവോ? കഴിക്കുവാൻ തരുവോ? പറ. ചില്ലു വളരെ ബുദ്ധിമാനാണ്. അവൻ ആലോചിക്കുവാൻ തുടങ്ങി. അങ്കിൾ, ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്വർണ്ണ നാണയം തരാമെന്നാ വിചാരിച്ചത്. ആ, ശരിക്കും നിന്റെ അടുത്ത് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം വാങ്ങിത്തരാം. അതെങ്ങനെ? ഞാൻ ഈ മാങ്ങ എല്ലാം മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോവാണ്. അവിടെ ഇതിനെ വിറ്റാൽ സ്വർണ്ണ നാണയമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. മാമ്പഴത്തിന് പകരം നിനക്കാരാണ് സ്വർണ്ണ നാണയങ്ങൾ തരിക? എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ നിങ്ങള് ഈ മാങ്ങയുടെ കൊട്ട തലയിൽ വെച്ചിട്ട് എന്റെ കൂടെ മാർക്കറ്റ് വരെ ഒന്ന് വരണം. കാരണം ഞാൻ ഒരു കുഞ്ഞു ചെറുക്കനല്ലേ. ഇത്രയും ഭാരമുള്ള കൊട്ട എനിക്ക് ചുമക്കാൻ പറ്റില്ലല്ലോ. ഈ കൊട്ട നിങ്ങൾ കൊണ്ടുവന്ന ആ സ്വർണ്ണ നാണയമല്ല നിങ്ങൾക്ക് തന്നെ. എടാ ഗട്ടു, ആ കൊട്ടയെടുത്ത് നിന്റെ തലയിലോട്ട് വെക്കടാ. അതെ ഗുരു, ഞാൻ എന്തിനാ കൊട്ടയെടുത്ത് തലയിൽ വെക്കുന്നത്? സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്കല്ലേ കിട്ടാൻ പോകുന്നത്. നീ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു? ആ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? വിട്ടേക്കു ഗുരു, വിട്ടേക്കു. ഞാൻ എടുത്തോളാം. അങ്ങനെ ഗട്ടുവും കൊട്ടയും എടുത്ത് നടക്കാൻ തുടങ്ങി. ആ 3 പേരും മാർക്കറ്റിലേക്ക് നടന്നു. മാർക്കറ്റിലെത്തിയ ഉടൻ ആ 3 പേരും ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. മാമ്പഴം, മാമ്പഴം, സ്വർണ്ണ മാമ്പഴം, സ്വർണ്ണ മാമ്പഴം. വാ അമ്മേ വാ. ഇതിന് നിങ്ങൾ എത്ര വില കൊടുത്താലും അത് വളരെ കുറവാണ്. സ്വർണ്ണ മാമ്പഴം, സ്വർണ്ണ മാമ്പഴം. മാമ്പഴം വാങ്ങിച്ചോളൂ. ചില്ലുവിന്റെ ശബ്ദം കേട്ട ഒരു ബ്രാഹ്മണൻ, വരൂ ബ്രാഹ്മണരെ വരൂ, ഈ അതിശയ മാമ്പഴം ഒന്ന് വാങ്ങിക്കൂ. അങ്ങനെ എന്ത് അതിശയമാണ് ഈ മാമ്പഴത്തിലുള്ളത്? ഇത് സാധാരണ മാമ്പഴമല്ലേ കുട്ടി? നീ ഇത് മുഴുവനും എനിക്ക് ദാനമായിട്ടാണ് തരേണ്ടത് കുട്ടി. സ്വാമി, ഇതെനിക്ക് ദാനം തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ദാനമായിട്ട് തന്നെ തന്നേനെ. പക്ഷേ ഈ അതിശയ മാമ്പഴത്തിനകത്ത് ഒരു രഹസ്യമുണ്ട്. ഈ മാമ്പഴത്തിന്റെ മരം ഒരു ദിവസത്തിൽ തന്നെ വലുതായി. അത് മാത്രമല്ല, ഈ മാമ്പഴമെല്ലാം ആ മാവേ തന്നെയാണ് കായ്ച്ചത്. നിങ്ങൾക്ക് ഇനിയൊരു കാര്യം അറിയാമോ? 2 ആഴ്ച മുമ്പെയാണ് ഞാൻ ഈ മാമ്പഴമെല്ലാം പറിച്ചെടുത്തത്. പക്ഷേ അത് ഇതുവരെ കേടായില്ല. കണ്ടില്ലേ? ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ, നിങ്ങള് മഹാരാജാവിനെ ഈ പഴങ്ങളെല്ലാം കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഒരു കൊച്ചു കുട്ടിയല്ലേ. മഹാരാജാവിന്റെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയാ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുക? അതുകൊണ്ടാണ് ഇതിനെ വിൽക്കുന്നത്. ഇപ്പോഴീ മാമ്പഴങ്ങളൊക്കെ ഞാൻ ഇവന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് മഹാരാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ വളരെ നന്നായിട്ടുണ്ടാവും. എത്രയാ ഈ മാമ്പഴത്തിന്റെ ഒക്കെ വില? ഈ മൊത്തം മാമ്പഴത്തിന്റെ വില 30 സ്വർണ്ണ നാണയങ്ങൾ. ഇത് കുറച്ച് കൂടുതലാണെന്നാണല്ലോ തോന്നുന്നത്. എന്നാലും രാജാവ് തരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ് തന്നെയാണ്. ശരി, എന്നാൽ ഇന്ന് വാങ്ങിച്ചോളൂ. മോട്ടു രാമുവും ഗട്ടുവും ചില്ലുവിന്റെ ബുദ്ധിസാമർഥ്യം കണ്ട് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം 3 പേരും ചേർന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ പങ്കിട്ടെടുത്തു. 10 നിനക്ക്, 10 എനിക്ക്, 10 എണ്ണം നിനക്ക്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ 2 പേര് തമ്മിൽ ഏറ്റവും കൂടുതൽ ബലശാലി ആരാ നോക്കിയതാ. ആ സ്വർണ്ണ നാണയം അവർക്കാ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നേര്. ഗുരു, ഞാൻ നിങ്ങളെക്കാളും ബലശാലിയാണ്, അറിയോ? ആണോ? എന്നാ വാങ്ങിച്ചോളൂ. അങ്ങനെ അവർ 2 പേരും ചേർന്ന് ഭയങ്കര യുദ്ധം തുടങ്ങി. ബുദ്ധിയുള്ള ചില്ലുവോ സ്വർണ്ണ നാണയങ്ങളും കൊണ്ട് അവന്റെ പാട്ടിന് പോയി.